Hi everyone, welcome to another video of mine. My name is Lija John. അപ്പോൾ നല്ല മഴയുണ്ട്, മഴക്കാലം തുടങ്ങി. എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നു. ഇവിടെ രാവിലെ മുതലേ നല്ല മഴയാണ്, നിർത്താതെ മഴ പെയ്യുകയാണ്. പിന്നെ വെയിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി, ഇപ്പം പ്രശ്നങ്ങളെല്ലാം മഴയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം മഴയുടെ പ്രശ്നങ്ങളാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, നമ്മളുടെ പഴയ ആ ചൂടും കാര്യങ്ങളും എല്ലാം മാറി കുറച്ച് സന്തോഷം തോന്നുന്നു മഴ പെയ്തപ്പം. പക്ഷെ മഴ കൂടുന്നത് കാണുമ്പോൾ ചെറിയ ടെൻഷൻ, പക്ഷെ കുഴപ്പമില്ല. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക്, അതായത് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്കൊരു ടോപ്പിക്ക് സംസാരിക്കണം എന്ന് തോന്നി. ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്കുണ്ടാകുന്ന ഒരു സംഭവമാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലേ? ചിലപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ആയിരിക്കത്തില്ല ഞാൻ പറയുന്ന ആള് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. എല്ലാവരുടെയും ചിന്തകളും കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഒരാളിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ആളിന് നമ്മൾ കൺവേ ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലാവണം. അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ഞാൻ ഒരാളുടെ പറ്റി പറയാം. എൻ്റെ ഒരു ഫ്രണ്ടാണ്, പുള്ളിക്കാരി ഒരു കാര്യം ഇങ്ങനെ നമ്മളോട് പറയുമായിരിക്കും. പുള്ളിക്കാരി പകുതി കാര്യം മനസ്സിലായിരിക്കും വിചാരിക്കുന്നത്, ബാക്കി പകുതിയെ പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പം നമ്മൾ പല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഇടയ്ക്ക് വന്ന് അതിനെപ്പറ്റി പറയാം. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല എന്താ പറയുന്നതെന്ന്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നമ്മൾ ഉള്ളിൽ വിചാരിക്കുന്ന കാര്യം മറ്റൊരാൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് അവരോട് സംസാരിക്കണം. ഞാനൊരു ചെറിയൊരു കഥ പറയാം. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ വെച്ച് ഒരു ഫാമിലി അവര് പുറത്തോട്ട് പോവാണ്. അപ്പോൾ ടാക്സിയിലാണ് പോകുന്നത്. അപ്പോൾ ടാക്സിക്കാരൻ വീടിന്റെ ഫ്രണ്ടിൽ ഗേറ്റിന് പുറത്ത് ഇങ്ങനെ റോഡിൽ കിടക്കുക. അപ്പോൾ വണ്ടിക്കകത്തിൽ ഹൗസ് ഓണറിന്റെ വൈഫുണ്ട്. അപ്പോൾ ഹൗസ് ഓണർ വീടൊക്കെ ഇങ്ങനെ പൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പം നമ്മുടെ ഹൗസ് ഓണർ വന്നു. അദ്ദേഹം ചാടി കാറിനകത്തേക്ക് കയറി, എന്നിട്ട് വണ്ടി പതുക്കെ ഇങ്ങനെ മൂവിങ് ആയി. അപ്പോൾ നമ്മുടെ ഈ ഹൗസ് ഓണർ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് പറയാണ്, ഞാൻ റൂമിൽ ചെന്നപ്പോഴത്തേക്കിനും കട്ടിലിൻ്റെ അടിയിൽ അങ്ങ് ഭിത്തിയോട് ചേർന്ന് മാറി ഒളിച്ചിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ കയ്യിലൊരു കമ്പൊക്കെ പിടിച്ച് അത് വെച്ച് കുത്തിയാണ് പുറത്തോട്ട് കൊണ്ടുവന്നത്. ഞാൻ എന്നിട്ട് ചാക്കിനകത്ത് കയറ്റി ചുരുട്ടിക്കൊണ്ട് കളഞ്ഞാലോ എന്ന് വരെ ആലോചിച്ചു. ചാക്കിനകത്ത് കയറ്റാൻ നേരം എൻ്റെ കൈയെല്ലാം മാന്തി പറിച്ചു. എനിക്ക് ദേഷ്യം വന്നതുകൊണ്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് ആ ചാക്ക് ഞാൻ ഞാൻ ഇറങ്ങി. ഇത് കേട്ടപ്പോഴത്തേനും നമ്മുടെ ടാക്സി ഡ്രൈവർ ആകെപ്പാടെ പേടിച്ച് പാനിക്കായി. പുള്ളിയുടെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ പോയി. പെട്ടെന്ന് ഒരു വിധത്തിൽ പുള്ളി വണ്ടി എങ്ങനെയോ സൈഡിലോട്ട് ഒതുക്കി നിർത്തി. പുള്ളി പേടിക്കാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഹൗസ് ഓണറിന്റെ വൈഫ് ടാക്സി ഡ്രൈവറിനോട് പറഞ്ഞത് പക്ഷെ ഇങ്ങനെയായിരുന്നു, വീട്ടില് ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, അപ്പൊ അമ്മയോട് നമ്മൾ പോവാണ് എന്ന് പറഞ്ഞിട്ട് വരാൻ വേണ്ടി പോയതാണെന്നാണ്. കാരണം അവരങ്ങനെ പറയാൻ കാരണം വീട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ വീട്ടിൽ ആരും ഇല്ല എന്നുള്ളൊരു ചിന്ത ഒരു മനുഷ്യർക്കും വരണ്ട. ടാക്സിക്കാരൻ ഒരു സ്ട്രേഞ്ചർ ആണല്ലോ. അപ്പം വീട്ടിൽ ആരും ഇല്ല എന്ന് പുള്ളി ചിന്തിക്കണ്ടെന്ന് വിചാരിച്ചാണ് വൈഫ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ടാക്സിക്കാരൻ വിചാരിച്ചത് എന്താ, ഹസ്ബൻഡ് അമ്മയാണ് കട്ടിലിനടിയിൽ ചെന്ന് ഇങ്ങനെ ഉപദ്രവിച്ച് ചാക്കിലൊക്കെ കെട്ടി വലിച്ചെറിഞ്ഞത്. അപ്പൊ അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരെ ആണല്ലോ ഞാൻ കൊണ്ടുപോകുന്നത്, എൻ്റെ ഇന്നത്തെ പാസഞ്ചേഴ്സ് ഇത്രയ്ക്കും ടെറർ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ എന്ന് പേടിച്ചാണ് അദ്ദേഹം പാനിക്കായത്. സോ ഇതിനെ പറ്റിയാണ് ഞാനും പറഞ്ഞുകൊണ്ട് വരുന്നത്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് നമ്മൾ തന്നെ ഫസ്റ്റ് ഒന്ന് ചിന്തിക്കണം. എന്താണ് എനിക്ക് അവരോട് പറയാനുള്ളത് എന്ന്. ആ കാര്യത്തെ പറ്റി ഒരു ക്ലിയർ ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിന്റെ നേച്ചർ എങ്ങനെയാണെന്ന് ഫസ്റ്റ് നമ്മൾ നോക്കണം. അതായത് പറയാൻ പോകുന്ന ഒരു ട്രാജഡി ന്യൂസ് ആണ്, ഈ കേൾക്കുന്ന ആൾക്ക് ഇച്ചിരി ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ അവർക്ക് അത്രയ്ക്കും ഹേർട്ട് ആവാത്ത രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളുടെ പ്രിയപ്പെട്ട ഒരാളിന്റെ ആരെങ്കിലും മരിച്ചുപോയി എന്നുള്ള ഒരു ന്യൂസ് ആണ് അവരോട് പറയുന്നതെങ്കിൽ അവർക്ക് കേൾക്കുമ്പോൾ തന്നെ ഷോക്കിംഗ് ആവാത്ത രീതിയിൽ അത് പറയണം. എന്നാൽ അത് പറയാതിരിക്കാനും പറ്റത്തില്ല. സോ അതുകൊണ്ട് ഒരു സ്ട്രക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ പറയുന്ന കാര്യം, അതിപ്പം നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിലും നെഗറ്റീവ് ന്യൂസ് ആണെങ്കിലും എന്താണെങ്കിലും അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറയുക. വലിയ വാചകങ്ങളൊക്കെ ഉപയോഗിച്ച് ഭയങ്കര സാഹിത്യമൊക്കെ ഉപയോഗിച്ചൊന്നും പറയാതിരിക്കുക. ഇപ്പൊ നമ്മൾ സ്റ്റേജിൽ ഒരു കാര്യം
സംസാരിക്കുകയാണ് എങ്കിൽ പോലും ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ സംസാരിക്കുന്ന ആൾക്കാരെ ആയിരിക്കും അല്ലെ. ഇന്നത്തെ നമ്മളുടെ ഈ ഒരു കണ്ടംപററി വേൾഡില് ഭയങ്കര സാഹിത്യമൊക്കെ യൂസ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരോട് നമുക്ക് വലിയ താല്പര്യമൊന്നും കാണത്തില്ല. ശരിയാണ്, നമുക്കൊരു റെസ്പെക്റ്റ് ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കും എന്ന് വെച്ച് അങ്ങനെ ഉള്ള ആൾക്കാരെ നമ്മൾ മോശമാണെന്നല്ല പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് സാധാരണക്കാരായ മനുഷ്യർക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും. ഏറ്റവും ലളിതമായ ഭാഷയിൽ നമ്മളോട് സംസാരിക്കുന്നവരോടായിരിക്കും നമുക്കൊരു കൂടുതൽ ഒരു കംഫർട്ട് സോൺ പോലുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് സംസാരിക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐ കോണ്ടാക്ട്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുമായിട്ട് നമുക്കൊരു ജെനുവിൻ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരോട് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഐ കോണ്ടാക്ട്. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നേരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവണം. അപ്പോൾ ഒട്ടും ഗ്യാപ്പ് വരാതെ അല്ലെങ്കിൽ തപ്പിത്തടയാതെ അങ്ങനെയൊന്നും വേണ്ട. പറയുന്ന കാര്യം സിമ്പിളായിട്ട് അവരോട് പറയാം. പിന്നെ നമ്മളൊരു സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം അതിന് നമുക്ക് സ്ക്രിപ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം, അത് റിഹേഴ്സൽ ചെയ്യാം. അതുപോലെ മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. ഫാമിലിയോടോ ഫ്രണ്ട്സിനോടോ നമുക്ക് റിഹേഴ്സൽ നടത്തി നോക്കാം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സ്റ്റേജ് പോലുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ സ്റ്റേജിൽ സംസാരിക്കേണ്ട അവസരങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ എപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.